Dear students, we were discussing about contents of research report. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ. അപ്പം ഒരു റിസർച്ച് റിപ്പോർട്ട് ആകുമ്പം അതിനൊരു ഇൻട്രൊഡക്ഷൻ മസ്റ്റാണ്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ കൊടുക്കുക. സോ ദാറ്റ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ഓർ പ്രോജക്റ്റ് ആൻഡ് വൈ യു ആർ സ്റ്റഡിയിങ് ഇറ്റ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ ഇൻട്രൊഡക്ഷനിൽ പിന്നെ നമ്മൾ എന്ത് പറയുന്നു, സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഏരിയനെ കുറിച്ച് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എയിംസ് premises, scope, limitation, approach, intended audience, possible benefits and any instruction that may be useful for the reader. അപ്പം ഇത് റീഡ് ചെയ്യുന്ന റിപ്പോർട്ട് എപ്പോഴും റീഡ് ചെയ്യുന്നത് പബ്ലിക്കാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യാറ്. ദെൻ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ഷുഡ് കണ്ടെയ്ൻ ഫോളോയിങ് തിങ്സ്. ഏതൊക്കെയാണ്? ജനറൽ പേർപ്പസ് ഓഫ് ദി സ്റ്റഡി ഓർ എ ലോജിക്കൽ കംപ്ലീറ്റ് ആൻഡ് ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. ഇപ്പം ജനറൽ പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി നടത്തുന്നതെന്നുള്ള ജനറൽ പേർപ്പസ്, പിന്നെ അതിൻ്റെ ലോജിക് ആൻഡ് കംപ്ലീറ്റ് പ്രോബ്ലം, ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്കാണ്. അത് ബ്രീഫ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേറ്റ് ചെയ്യുന്നു. ദെൻ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ സ്റ്റഡി നടത്താനുള്ള കാരണം. ദെൻ പെർവ്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ റിപ്പോർട്ട്. ഇപ്പം ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ. ദെൻ എ കൺസേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സോഴ്സ് ഓഫ് ഡാറ്റ. എവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, പോപ്പുലേഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ടറി പാർട്ട്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ പ്രോബ്ലത്തിനെ സ്റ്റേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുക, അതിനെക്കുറിച്ചുള്ള സ്കോപ്പ്, കാര്യങ്ങൾ, പ്രെമിസസ് എല്ലാം, ലിമിറ്റേഷൻസ്, അപ്രോച്ച്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ടോപ്പിക്കിനെയാണ് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ടോപ്പിക് എന്താണ്, ടോപ്പിക്കിൻ്റെ റെലവൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ റിസർച്ച് റിപ്പോർട്ട് സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിസർച്ച് ടോപ്പിക്കാണ്. അത് വെച്ചാണ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നു. ദെൻ റിസർച്ചർ ഗീവ് ഇനഫ് എവിഡൻസ് ടു ദ റീഡർ വൈ ഹി ഹാസ് സെലക്റ്റഡ് സച്ച് എ പ്രോബ്ലം ഫോർ സ്റ്റഡി. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യാൻ കാരണം, അതിൻ്റെ റെലവൻസ് എന്താണ്, അത് സ്റ്റഡി ചെയ്തതുകൊണ്ട് പബ്ലിക്കിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ, യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. അതായത് നമ്മുടെ റിസർച്ച് സ്റ്റഡി എന്ന് പറയുന്നത് പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ളതാണ്, അത് റെലവൻ്റ് ആണ്, അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പറയുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലത്തിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് ഇവിടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാറ്. അപ്പോൾ ഈ റിസർച്ച് മെത്തഡോളജി തന്നെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി, ദ റിസർച്ചർ ഷുഡ് ഗിവ് ഇലാബറേറ്റ് ഡീറ്റെയിൽസ് ഇൻ ഹിസ് റിസർച്ച് റിപ്പോർട്ട്. എങ്ങനെയാണ് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എവിടെ ഉണ്ടാകണം, റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഏരിയയിൽ നമ്മൾ കൊടുക്കണം. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, റിസർച്ച് റിപ്പോർട്ടിന് തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇഫ് ദ യൂസ് ടെക്നിക് ഇസ് വെൽ നോൺ ആൻഡ് കോമൺലി യൂസ്, ദ റിസർച്ചർ ഷുഡ് അവോയ്ഡ് ഇലാബറേറ്റിംഗ് ദ ടെക്നിക് ആൻഡ് ടു അവോയ്ഡ് ഇർറെലവൻറ്റ് ഡീറ്റെയിൽസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് ഡിസൈൻ ഓഫ് ദ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഡിസൈൻ, ദ നേച്ചർ ഓഫ് സാമ്പിൾ, ഡേറ്റ കളക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ അനാലിസിസ്. ഈ കാര്യങ്ങളൊക്കെ എവിടെ തന്നെ വരും? റിസർച്ച് മെത്തഡോളജിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം അതിൽ സാധാരണ ഒരു സാമ്പിൾ ഡിസൈനിങ് ഉണ്ടാവും. സാമ്പിൾ ഡിസൈനിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ത് തരം സാമ്പിൾസ് ആണ്, പിന്നെ ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്തു അതിനുശേഷം ഡേറ്റ കളക്ഷൻ എങ്ങനെ വരുന്നു, ദെൻ അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഡേറ്റ കളക്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഡേറ്റ എവിടെ നിന്ന് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. നമ്മൾ കുറേ ടൈപ്പ് ഓഫ് ടെക്നിക്സ് പഠിച്ചതാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് സെൻസസ് ആവാം, ഫീൽഡ് സർവേ ആകാം, ഒബ്സർവേഷൻ, ക്വസ്റ്റനെയർ, ഷെഡ്യൂൾ, ഇൻ്റർവ്യൂ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ
പഠിച്ചു. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളും നമ്മൾ കണ്ടു. ഡാറ്റ കളക്ഷൻ ടെക്നിക്സ് എപ്പോഴൊക്കെ ഏതൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മൾ കണ്ടു. സോ ഈ ഒരു ഡിസൈനിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ കളക്ഷൻ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഫീൽഡ് സ്റ്റഡി ആണോ അതെയോ ക്വസ്റ്റ്യനെയർ ആണോ, ഏതാണോ യൂസ്ഫുൾ അത് നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി റെലവൻ്റ് ആകുന്നത് അവിടെ ടൂൾസ് അപ്ലൈ ചെയ്ത്, ടെസ്റ്റുകൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സ്റ്റഡി കുറച്ചും കൂടെ ആക്യുറേറ്റ് ആൻഡ് റെലവൻ്റ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത്, അതും ഡേറ്റേൻ്റെ ബേസിസിൽ തന്നെയാണ് ടൂൾസ് ഏത് യൂസ് ചെയ്യണം ഏത് യൂസ് ചെയ്യേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻ ജനറൽ ടെക്നിക്സ് യൂസ്ഡ് ആർ മെൻഷൻ സിംപ്ലി ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ പറയും. ഏത് ടൂൾസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള റിപ്പോർട്ടിൽ നമ്മൾ പറയണം, മെൻഷൻ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ കറക്റ്റ് വാല്യൂ അത് നമ്മൾ ലാസ്റ്റ് റിസൾട്ടിലേക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ എന്ത് പറയുന്നു, ഇത് ഏത് ടെസ്റ്റാണ് ഏത് ടൂളാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ പറയണം. ഇപ്പം നമ്മൾ പുതിയ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളൊക്കെ നമ്മുടെ റിസർച്ചിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ് വരിക. ദെൻ ഫാക്ട് പ്രസൻറ്റേഷൻ. ഫാക്ട് എന്ന് പറയുന്നത് ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡേറ്റ കളക്ട് ചെയ്ത് ടൂൾസൊക്കെ യൂസ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും. ആ ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫൈൻഡിങ്സ് ഷുഡ് ബി കണ്ടിന്യൂഡ് ബൈ സപ്പോർട്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്, ചാർട്ട്സ്, ഡയഗ്രാംസ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ആ ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ടൂൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണ് ഫൈൻഡിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിളും ചാർട്ടും അതായത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൂടി അവിടെ കൊടുക്കണം. ബിബ്ലിയോഗ്രാഫിക്കൽ റിസർച്ച് ആണെങ്കിൽ ഫൈൻഡിങ് ഷുഡ് ബി ഫോളോഡ് ബൈ സഫിഷ്യൻറ്റ് റെഫറൻസ് ഓഫ് ദ സോഴ്സ്. ബിബ്ലിയോഗ്രാഫിക്കൽ റിസർച്ച് ആണെങ്കിൽ ഫൈൻഡിങ്സിന് റെഫറൻസ് കൂടി കൊടുക്കണം. ടേബിളും ചാർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ദെൻ സപ്പോർട്ടിംഗ് ഡാറ്റ ഷുഡ് ബി അബ്രിഡ്ജ്ഡ് അറ്റ് ദ മിനിമം പോസിബിൾ ഇൻ ദ ടെക്സ്റ്റ്. ദെൻ ഫൈൻഡിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്തു. ആ അപ്ലൈ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെടുത്തി ആ സ്റ്റഡിക്ക് എങ്ങനെ അനുയോജ്യമായിട്ട് വരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവിനെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാക്കി നമ്മൾ എഴുതുന്നതാണ് എന്ത്, ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. നമ്മൾ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഹൈപ്പോത്തിസിസ് കെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ ലാസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ ദ ഫൈൻഡിങ്സ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. Okay, then whatever may be the findings, the basic rule in presenting it is to give all the evidence relevant to the research problem, whether the results are in accordance with the investigator's views or not. Okay, then inference. അപ്പം ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് റിസൾട്ടാണ്. നമ്മൾ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഫൈൻഡിങ്സ്, ദാറ്റ് ഈസ് ദ റിസൾട്ട്. ആൻഡ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്റ്റഡിയിൽ നിന്നും ഈ ഫൈൻഡിങ്സ് നമുക്കൊരു റിസൾട്ട് കിട്ടി, ആ റിസൾട്ടിനെ നമ്മുടെ സ്റ്റഡിയിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്, ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോളോയിങ് ആസ്പെക്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോ ദ ഇൻഫറൻസ് ഡ്രോൺ ഫ്രം ദ ഫൈൻഡിങ്സ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഫോർ സിമിലർ സർക്കംസ്റ്റൻസസ്. അപ്പം ഇൻഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇതുപോലത്തെ ടോപ്പിക്, അതായത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സെയിം സർക്കംസ്റ്റൻസസിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ദെൻ റിസർച്ചർ ഷുഡ് റിമൈൻഡ് ദ റീഡർ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് സാമ്പിൾ ഹി സെലക്റ്റഡ് ഫോർ സ്റ്റഡി ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ഇറ്റ്സ് ഡിഫറൻസ്. ദെൻ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ആൻസർ ചെയ്യപ്പെടുന്നു. ദെൻ കൺക്ലൂഷൻ. അപ്പോൾ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അതാണ് ഫൈനൽ അസസ്മെൻറ്റ് ആൻഡ് ഡാറ്റ. ഇത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺക്ലൂഷനിലാണ് നമ്മൾ ഫൈനൽ ഡേറ്റ നമ്മൾ കൊടുക്കുന്നത്. ഫൈനൽ അസസ്മെൻറ്റ് ആൻഡ് അബൌട്ട് ദ ഡേറ്റ ആൻഡ് ഫൈൻഡിങ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഫ്രം എവിഡൻസ് അനാലിസിസ്, ഇൻ്റർപ്രിറ്റേഷൻസ് ആൻഡ് ഇവാലുവേഷൻ പ്രസൻറ്റഡ് ഇൻ ദ റിപ്പോർട്ട്. Okay, but researcher has to look back the work done with the fact, findings and implications and look forward to the application of findings and implications. കൺക്ലൂഷനിൽ എന്ത് പറയുന്നു, ഏറ്റവും ഫൈനൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫൈൻഡിങ്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ആണ് അവിടെ കൊടുക്കുന്നത്. ദെൻ സമ്മറി ഓർ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഷോർട്ട് അബ്രിഡ്ജ്ഡ് ഫോമിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സമ്മറി എന്ന് പറയുമ്പോൾ ഏറ്റവും സമ്മറൈസ്ഡ് ഫോം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത ഈ ഒരു റിസർച്ച് വർക്കിൻ്റെ
കംപ്ലീറ്റ് ഫോമാറ്റ്, അതായത് കംപ്ലീറ്റ് ബ്രീഫ് റിപ്പോർട്ടാണ് സമ്മറി എന്ന് പറയുന്നത്. സമ്മറി ഓഫ് ഔട്ട്ലൈൻ പ്രോബ്ലം, പ്രൊസീജിയർ, മേജർ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് ഡ്രോൺ ഫ്രം ദം. And it will enable the reader to get an overall view of the work within a few seconds. New idea or fact should not be indicated in the summary. Okay. Then report writing stages ആണ്. നമുക്ക് ഈ റിപ്പോർട്ട് എഴുതാൻ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു റിസർച്ച് വർക്കിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ടാണ്. അത് റിസർച്ച് വർക്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ റിപ്പോർട്ടിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. സോ അതൊരു വൺ റിട്ടേൺ പ്രോസസ്സ് ഒന്നല്ല, ഒരു പ്രാവശ്യം കൊണ്ട് മാത്രമൊന്നല്ല നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. 1, 2, 3 സ്റ്റേജിലൊക്കെയാണ് ആ റിസർച്ച് റിപ്പോർട്ടുകൾ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് റിസർച്ച് വർക്കിൻ്റെ. അപ്പോൾ റിപ്പോർട്ട് ഷുഡ് ബി റിട്ടൺ ഫോർ സ്പെസിഫിക് റീഡേഴ്സ്, നോ യൂഷ്വലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഓർ സ്റ്റൈൽ ഫോർ റിസർച്ച് റൈറ്റിംഗ്. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അത് ഓരോരോ പബ്ലിക് ഒരു ഏത് കാറ്റഗറിയിലാണോ നമ്മൾ എയിം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. സോ ഡിഫറെൻറ്റ് റിസർച്ചർ മേ പ്രിപ്പയർ ദെയർ റിപ്പോർട്ട് ഡിഫറെൻ്റ്ലി. അപ്പോൾ പല ആൾക്കാരും പല റിപ്പോർട്ടുകളാണ്, അതായത് അത് വായിക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്താണ് റിപ്പോർട്ട് ഇരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി, ബാക്ക്ഗ്രൗണ്ട്, എക്സ്പെർട്ടൈസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റിസർച്ചർ ആൻഡ് ദോസ് ഓഫ് ഡെസിഷൻ മേക്കർ ഫോർ whom the report is written interact to give each report a unique character. എല്ലാ റിപ്പോർട്ടും എന്ത് തന്നെയാണ്, യുണീക്കാണ്. അതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ റിപ്പോർട്ടിനൊരു പ്രത്യേക ആയിട്ടുള്ളൊരു ഫോർമാറ്റ് ഇല്ല, കാരണം അത് വായിക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, റിപ്പോർട്ട് പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്. അപ്പം ആദ്യം നമ്മൾ റിപ്പോർട്ടിനൊന്ന് ബ്രീഫായിട്ട് എഴുതുന്നു, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ദെൻ ഗ്യാതറിങ് മെറ്റീരിയൽ ആൻഡ് ഡേറ്റ ആൻഡ് മെറ്റീരിയൽ കളക്ട് ചെയ്യുക. ദെൻ മേക്ക് ഓവറോൾ റിപ്പോർട്ട് ഫോമാറ്റ്, റിപ്പോർട്ടിനെ ഒരു മൊത്തത്തിലൊരു ഫോമാറ്റ് ആക്കുക. ദെൻ മേക്ക് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ. അപ്പം ഈ ഒരു കളക്റ്റഡ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ ടൈറ്റിൽ, അതായത് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ വേണമല്ലോ. അപ്പോൾ ഫൈനൽ ടൈറ്റിലിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിക്കേറ്റ് ആക്യുറേറ്റ്ലി ദ സബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി. അപ്പോൾ സ്റ്റഡിയുടെ സ്കോപ്പും സബ്ജക്റ്റും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അബ്രീവിയേഷൻസ് ഒഴിവാക്കണം. അബ്രീവിയേഷൻസിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അബ്രീവിയേഷൻസ് ഒഴിവാക്കാം. ദെൻ പോസിറ്റീവ് ഇംപ്രഷൻ കൊടുക്കുന്ന വേർഡ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. പോസിറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, റീഡേഴ്സിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കറൻറ്റ് നോമൻക്ലേച്ചർ ഫ്രം ദ ഫീൽഡ് ഓഫ് സ്റ്റഡി, കറൻറ്റ് നോമൻക്ലേച്ചർ ആണ് ഉപയോഗിക്കേണ്ടത്. ദെൻ കീ വേരിയബിൾസ്, ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കീ വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഹൗ ദ പേപ്പർ വിൽ ഓർഗനൈസ്ഡ്, ദെൻ മേ റിവീൽ ഹൗ ദ പേപ്പർ വിൽ ബി ഓർഗനൈസ്ഡ്. അത് കീ വേരിയബിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ സജസ്റ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് വിച്ച് സപ്പോർട്ട്സ് ദ മേജർ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന വേരിയബിൾസിനെ സജസ്റ്റ് ചെയ്യുക. ദെൻ ഡു നോട്ട് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ്, അനാലിസിസ് ഓഫ് ഓർ സിമിലർ കൺസ്ട്രക്ഷൻസ്. അപ്പം സ്റ്റഡി ഓഫ് എന്നുള്ള രീതിയിലുള്ളതൊന്നും എന്തിൻ്റെ ആവശ്യമില്ല. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ അനാലിസിസ് ഓഫ്, അങ്ങനെയൊന്നും യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക് എന്താണോ അത് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ടൈറ്റിൽസ് ആർ യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് എ ഫ്രേസ് ബട്ട് ക്യാൻ ഓൾസോ ബി ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ. ടൈറ്റിൽ എന്ന് പറയുന്നത് ഫ്രേസ് ആയിട്ടാണ് സാധാരണ എഴുതാറ്. വേണമെങ്കിൽ നമുക്കതെന്താണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലും എഴുതാം. നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് തന്നെയാണ് പറയുന്നതും. സോ അത് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. Then use correct grammar and capitalization with all words. ഗ്രാമറും ക്യാപിറ്റലൈസേഷനൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ ക്വസ്റ്റ്യനെയറും എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗ്രാമർ, പിന്നെ അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ എക്സെട്ര. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഡ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു റിട്ടേൺ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചു, അതിനെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇതിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം നമുക്ക് നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ സ്റ്റേജിൽ കുറേ ഡിഫക്ട്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും, കുറേ ഫാൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുക എവിടെയാണ്? ഡ്രാഫ്റ്റിങ്ങിൻ്റെ സമയത്താണ്. സംടൈംസ് ദ ലാംഗ്വേജ് ആൻഡ് ഐഡിയാസ് മേ നോട്ട് ബി ക്ലിയർ. നമ്മളൊന്ന് എഴുതിയതിന് ശേഷം നമ്മൾ വായിച്ചു നോക്കുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമുക്ക് കുറേ ഫാൾട്ടുകൾ വന്നതായിട്ട് മനസ്സിലാകും. ദെൻ അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ഫൈനലൈസിങ് ദ ഔട്ട്ലൈൻ ഓഫ് ദ റിസർച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രാഫ്റ്റ്. അപ്പോൾ ഇവിടെ വന്ന തെറ്റുകളെല്ലാം മനസ്സിലാക്കി റിപ്പോർട്ടിനെ മാക്സിമം അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫൈനൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, റിപ്പോർട്ടിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. There are 3 steps involved in actual write-up of the report such as first, second and final draft. മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് ആക്ച്വലി റിപ്പോർട്ട് ഡ്രാഫ്റ്റിങ്ങിൽ. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന 3 ഡ്രാഫ്റ്റുകളായിട്ടാണ് നമ്മൾ റിപ്പോർട്ടിനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? റീറൈറ്റിംഗ് ആണ് അല്ലേ? റീറൈറ്റിംഗ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഷുഡ് ബി റീറിട്ടൺ ആ നമ്പർ ഓഫ് ടൈംസ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒരിക്കലും ശരിയാവണമെന്നില്ല, അത് നമ്മൾ വീണ്ടും ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിൽ മിസ്റ്റേക്സ് ഇങ്ങനെ മനസ്സിലാകും. സോ ഇറ്റ് ഷുഡ് ബി റീറിട്ടൺ, ഓൾവേസ് റീറിട്ടൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ? ടു അവോയ്ഡ് ബ്ലാങ്ക് പേപ്പർ ഫ്രൈറ്റ്, ദെൻ അറ്റൈൻ ഓവറോൾ ബാലൻസ് ഓഫ് ദ റിപ്പോർട്ട്, നിറ്റ് ദ മെറ്റീരിയൽ ടുഗെദർ ഫോർ ക്ലീനിങ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദ ഫാക്ട്സ്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ 2 ways. ഏതൊക്കെയാണ്? റിട്ടൺ ഫ്രം വൺസ് ഓൺ ഹെഡ് ആൻഡ് റിട്ടൺ ഫ്രം ദ നോട്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് എഴുതാം. റിസർച്ചറിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണിത്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്താണ്? ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട്, അതാണ് റിട്ടൺ ഫ്രം വൺസ് ഓൺ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ഹി ക്യാൻ ഓൾസോ റിട്ടൺ ഫ്രം ദ നോട്ട്സ്. അപ്പോൾ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് ഉണ്ട്, ചെറിയ ചെറിയ നോട്ട്സ്, ഓരോന്ന് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് എഴുതാം. അപ്പോൾ ആ 2 രീതിയിൽ എന്ത് ചെയ്യാം? റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ദെൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വിൽ പ്രോഗ്രസ് ഗ്രാജുവലി ബോത്ത് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പേജസ് ആൻഡ് കണ്ടന്റ്. There would be gaps in facts, ideas and presentation. There should be a repetition of notes. Clearness and consciousness may be absent. ദെൻ അടുത്തത് എന്താണ്? സെക്കൻഡ് ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ റിസർച്ചർക്ക് ഒരു എന്താണ് ഒരു ഔട്ട്ലൈൻ കിട്ടും. നമുക്കത് വെച്ച് ചെയ്താൽ മതി, അതിൽ കറക്ഷൻസ് ഒക്കെ വരുത്തിയാൽ മതി സെക്കൻഡ് ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്കും. റിവിഷൻ ആണ് ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ റിവിഷനാണ് സെക്കൻഡ് ഡ്രാഫ്റ്റിൽ ചെയ്യുന്നത്. ദെൻ ഹി ക്യാൻ പ്രൊസീഡ് ടു പ്രിപ്പയർ സെക്കൻഡ് ഡ്രാഫ്റ്റ്. സെക്കൻഡ് ഡ്രാഫ്റ്റിൽ എന്താണ്? ഡ്രാഫ്റ്റ് സ്റ്റേജസ് ദ റിസർച്ചർ ഇസ് റിക്വയർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഫോം ആൻഡ് ലാംഗ്വേജ് ഇൻ റിപ്പോർട്ട്. ആദ്യം ചെറിയ ചെറിയ മിസ്റ്റേക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. സെക്കൻഡ് ഡ്രാഫ്റ്റ് വരുമ്പോഴത്തേക്കും അവിടെ എന്താണ്? അവിടെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഫോമും ലാംഗ്വേജും ഒക്കെയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡ്രാഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റിസർച്ച് ഡിസൈൻ സിമ്പിൾ ആക്കുക, ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു ദ റീഡർ. പിന്നെ കണ്ടൻസ്ഡ് റൈറ്റിംഗ് എക്സ്പാൻഡ് ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങളൊക്കെ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ദെൻ എംഫസൈസ് ഓൺ പോയിൻറ്റ്സ് ഇൻ മെത്തേഡ്, ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ്സ്. ദെൻ യൂസ് സിമ്പിൾ വേർഡ്സ്, കോമൺ വേർഡ്സ് ഒക്കെ സിമ്പിളായിട്ട് കൊടുക്കുക, റിപ്പിറ്റേഷൻ ഒഴിവാക്കുക. ദെൻ സ്ലാഷ് റോങ് യൂസസ് ആൻഡ് സൂപ്പർഫ്ലോസ് വേർഡ്സും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ദെൻ ക്ലിയർ ആക്കുക, റിപ്പോർട്ട് മാക്സിമം ക്ലിയർ ആക്കുക. ദെൻ റീഡ് ആൻഡ് റീഡ് ദ ഡ്രാഫ്റ്റ്. റീഡ് ചെയ്യുക, കൂടുതൽ ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ഓരോ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ട്സിനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് തേർഡ് ഡ്രാഫ്റ്റ്. സെക്കൻഡ് ഡ്രാഫ്റ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഡ്രാഫ്റ്റിലേക്ക് എത്തുകയാണ്. അവിടെ എന്താണ്? റൈറ്റിംഗ് ആണ് വേർഡ് പ്രോസസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു റീറൈറ്റ് ആൻഡ് റീഅറേഞ്ച് സെക്ഷൻസ് ഓർ പാരഗ്രാഫ്. ഇപ്പോൾ തേർഡ് ഡ്രാഫ്റ്റിൽ എന്താണ്? ഫൈനൽ റിപ്പോർട്ടാണ്. മെയിൻലി ഓൺ ഫൈനൽ ടച്ചിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പോളിഷസ് ദ റിപ്പോർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ ടു മേക്ക് ദ റിപ്പോർട്ട് അട്രാക്റ്റീവ് ആൻഡ് റിലയബിൾ. മോർ അട്രാക്റ്റീവ് ആക്കുക, അതേപോലെ തന്നെ റിലയബിൾ ആക്കുകയാണ് ചെയ്യുന്നത് ഫൈനൽ റിപ്പോർട്ടിൽ. ഇപ്പോൾ ഫൈനൽ ടച്ചാണ് അവിടെ റിപ്പോർട്ടിനെ മാക്സിമം പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്.